ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടെ സംസാരിക്കുമ്പോൾ ഉദയഭാനു പറയാനുണ്ട്, ഇന്ന് എന്തായാലും ബാലൻ കാശ് കൊണ്ടു തരും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ശ്രീകലയ്ക്ക് അത്ര വിശ്വാസമൊന്നും തോന്നുന്നില്ല. എന്നാലും ഉദയഭാനു പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, ബാലൻ പറഞ്ഞത് ഏതെങ്കിലും മുഖേന ഇന്ന് തന്നെ എൻ്റെ കയ്യിൽ കാശ് കൊണ്ട് എത്തിക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ദേവിയുടെ കയ്യിലായിരിക്കും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ദേവി മുഖേന നമുക്കത് കിട്ടുമല്ലോ, അങ്ങനെ നമുക്ക് സന്തോഷിച്ചൂടെ? ഇനിയാണടി നമ്മുടെ ജീവിതം പച്ച പിടിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സന്തോഷിക്കണം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാലൻ തിരിച്ച് പോകുന്ന വഴിക്ക് ഗോമതി വിളിക്കുന്നുണ്ട്, ബാലേട്ട എവിടെ എത്തി, എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, കാര്യം വേറൊരാളിനെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു. അതെയോ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പരിഹരിച്ചു. അതെന്താ ഇത്ര വലിയ പ്രശ്നം? ബാലേട്ടൻ എന്താ എന്നോട് പറയാത്തത്? അതിപ്പോൾ നീ പറഞ്ഞ ആ ആളിനെ അറിയില്ല, ആ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഗോമതി സ്റ്റോറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണേ. ഓ അത് ശരി. എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ദൂരോട്ടാണ് നിൽക്കുന്നത്, എയർപോർട്ടിനടുത്തേക്കായിട്ടാണ്. അങ്ങോട്ട് വരാൻ തന്നെ ഇച്ചിരി ലേറ്റ് ആവും, കുഴപ്പമില്ല, ഞാൻ വന്നോളാം, നീ ഫോൺ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് സംസാരിക്കാൻ കേട്ടോ. അത് കഴിയുമ്പം നമ്മുടെ അനന്തൻ ഒരു വല്ലാത്തൊരു ട്വിസ്റ്റ് അനന്തന് കിട്ടുന്നുണ്ട്. കാരണം ഈ അച്യുതൻ ആരും അറിയാണ്ടാണ് ഈ എമർജൻസി അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ എടുത്ത് സുകന്യയ്ക്ക് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടൻറ്റ് വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ, ഈ പൈസ ഏതിൻ്റെ കണക്കിൽ കാണിക്കണം? അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഏത് പൈസയുടെ കാര്യമാണ് നീ പറയുന്നത്? അല്ല, 10 ലക്ഷം രൂപ എമർജൻസി അക്കൗണ്ടിൽ കയറി എടുത്തില്ലേ? എമർജൻസിയോ? അതിൽ നിന്ന് ആരാ എടുത്തത് കാശ്? അവിടെ എടുത്തിട്ടുണ്ട്, അച്യുതൻ സാറാണ് എടുത്തത്. പക്ഷെ അത് ഏത് കണക്കിലെഴുതണമെന്ന് മാത്രം പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ച് ചോദിച്ചത്. അതെയോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്നാൽ പിന്നെ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞു ഫോണും വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് അച്യുത എന്ന് പറഞ്ഞ് ദേഷ്യത്തി വിളിക്കുന്നുണ്ട്. അച്യുതനും രാജശ്രീയും കൂടെ കൊണ്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എടാ നീ എമർജൻസി അക്കൗണ്ടിൽ കയറിയിട്ട് നീ 10 ലക്ഷം രൂപ നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് രണ്ടുപേരും ആകെ ഒന്ന് അന്താളിച്ചുട്ടോ. അത് കള്ളം പറയാനൊന്നും നോക്കണ്ട, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്, സത്യം പറ, നീ എടുത്തോ ഇല്ലയോ? അപ്പോഴാണ് അമ്മയും നന്ദിതയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ട്. എന്താ ഇവിടെ പ്രശ്നം? എന്താണ് ഇത്ര വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? അമ്മേ, നമ്മുടെ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ ഇവൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവൻ ആരോടും ഒന്നും പറഞ്ഞില്ല. എന്നോടെങ്കിലും ഒരു വാക്ക് പറയണ്ടേ? ഇപ്പം അവിടുത്തെ അക്കൗണ്ടൻറ്റ് വിളിച്ച് കണക്കിൽ ഏത് ഇതിൽ വെക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ആണോടാ, നീ 10 ലക്ഷം രൂപ എടുത്തോ? അത് അമ്മേ, അത് എടുത്തു, ഒരാവശ്യം ഉണ്ടായിരുന്നു. എന്താവശ്യമാണ് നിനക്ക് ഇത്രയ്ക്ക് വരാനുള്ളത് എന്ന് അനന്തൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അച്യുതൻ പറയാം, അല്ല അതെന്താ അനന്തേട്ട അങ്ങനെ പറയണത്? എനിക്കും കൂടെ അവകാശമുള്ളതല്ലേ, ഞാൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ആവശ്യത്തിന് എല്ലാവർക്കും എടുക്കാനും അത്യാവശ്യത്തിനുമാണ് അതിലങ്ങനെ മാറ്റിയിട്ടേക്കുന്നത്. അതെടുക്കുമ്പോൾ നിനക്ക് അത്രയ്ക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ രാജശ്രീ അങ്ങോട്ട് വലിയ ഗമയിലും ഇനിയിപ്പോൾ എന്ത് പറയാൻ പറ്റും? പെട്ടെന്നാണ് അച്യുതൻ പറയുന്നുണ്ട്, അതെ വേറൊന്നിനുമല്ല, രാജശ്രീയുടെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അത് ശരി, രാജശ്രീയുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അവിടെ എന്താണ് രാജശ്രീ ഇത്ര വലിയ ആവശ്യം? ഓ അതെന്താണ് എന്തേട്ടാ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ഇവിടുത്തെ കാശ് എടുത്തുവിടാന്നുണ്ടോ? അതോ നീ ഇനി വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട രാജശ്രീ, എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ വളച്ച് ഒടിച്ച് അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകണ്ട. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഞാനും കൂടെ ആ കമ്പനിയിലുള്ള ആളല്ലേ, എന്നോടുകൂടെ അന്വേഷിക്കണ്ടേ? വേറെ ആരെങ്കിലും പറഞ്ഞാണോ ഞാൻ അറിയേണ്ടത്? ഇപ്പോൾ നിനക്ക് അത്യാവശ്യം പൈസ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വേണ്ടാന്ന് പറയോ? ഇല്ലല്ലോ. പക്ഷേ ഇതൊക്കെ മറച്ചും ഒളിച്ചും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും സംശയം വരുന്നതും ചോദ്യങ്ങൾ ഉണ്ടാവുന്നതും, മനസ്സിലായോ? അപ്പോൾ തന്നെ നന്ദിത ഇതൊരു വലിയ പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വെച്ചാൽ നന്ദിത പറയാം, സാരമില്ല അനന്തേട്ടാ, രാജശ്രീയുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണോ, അതിന് വേണ്ടി എടുത്തായിരിക്കും. അത് ഇനി ഏതാ എന്ന് കിള്ളി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യത്തിനല്ലേ പണം എടുത്തത്, ഒക്കെ ശരി തന്നെ. ഇനി ഇത് എന്നോട് ആരും അറിയാതെ നീ ഇനി ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അച്യുതൻ ആകെ നാണം കെട്ട് പോവാട്ടോ. അമ്മയുടെ മുമ്പിൽ പോയി, എടാ അച്യുതാ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി നീ ആരും അറിയാണ്ട് നീ എടുക്കരുത്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരോടും പറയാമല്ലോ, പറഞ്ഞിട്ട് നിനക്ക് എടുക്കാം. ശരി അമ്മേ, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനും പോവാണ്. തൊട്ട് പിറകെ രാജശ്രീയും കയറി പോവാട്ടോ. പക്ഷേ ആനന്ദന് മൊത്തത്തിലൊരു സംശയമായി. അപ്പോൾ ആനന്ദൻ പറയാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തോ കാര്യമുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഇപ്പോൾ ഈ പൈസ എടുക്കില്ല, ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് ആനന്ദൻ വിചാരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുകന്യ കിടക്കുന്ന സമയത്ത് അപ്പോൾ അതിയെ നമ്മുടെ ധർമ്മനകത്തേക്ക് കയറി വരും കേട്ടോ. സുകന്യയുടെ കാലൊക്കെ കാണുമ്പോൾ ഒന്ന് തൊടണമെന്നും പിടിക്കണമെന്നൊക്കെ തോന്നുകയാണ്. സുകന്യ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക.
നേരെ അടുത്തേക്ക് വന്ന് കട്ടലിൻ്റെ ഇവിടെ ഇരുന്നിട്ട് സുകന്യയുടെ കാലിലേക്ക് ഒന്ന് പിടിക്കുകയാണ്. സുകന്യ ചാടി കഴിക്കുക. എന്താ ധർമ്മേട്ടാ, എന്തിനാ എൻ്റെ കാലിൽ പിടിച്ചത്? മസാജ് ചെയ്യാനാണോ? അതെ അതെ. ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു എൻ്റെ കാലൊന്ന് മസാജ് ചെയ്യാൻ. ഞാൻ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് തന്നാലോ? അത് വേണ്ട, അതങ്ങ് മനസ്സിലിരുന്നാൽ മതി. എൻ്റെ കാലേ ഭയങ്കര തരിപ്പ, ഇച്ചിരി മസാജ് ചെയ്ത് തരൂ. അങ്ങനെ ധർമ്മൻ കാല് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പതിയെ അതിനിടയിൽ കൂടെ പറയേണ്ട, അല്ലെങ്കിൽ തന്നെ ധർമ്മേട്ടൻ എവിടെ എത്തേണ്ട ആളാ, അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എത്തേണ്ടതാ. ഞാൻ നല്ല രീതിയിൽ തന്നെ അല്ല, എനിക്കിവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ധർമ്മേട്ടൻ്റെ വേഷവും രീതിയും ഒക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ എന്താ എൻ്റെ വേഷത്തിന് എന്താടി കുഴപ്പം? ഞാൻ നല്ല രീതിയിലല്ലേ ഡ്രസ്സ് ചെയ്യണം. പിന്നെ തക്കാളിപ്പെട്ടിക്ക് നല്ല വില കൂടിയ പൂട്ട് കൊണ്ടിടും പോലെ ആണ് ഇപ്പോഴത്തെ രീതി. നീ അങ്ങനെ ഇതെന്നെ കളിയാക്കരുത് കേട്ടോ. കളിയാക്കും. പിന്നെ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ഗെറ്റപ്പൊക്കെ വേണം. കുറച്ചുകൂടെ നല്ല നീറ്റായിട്ടൊക്കെ ജോലിക്ക് പോകണം. നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല വരുമാനമുള്ള നല്ല അന്തസ്സുള്ള ജോലി. അതിനല്ലേടി ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന ഗോമതി സ്റ്റോറിൽ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഗോമതി സ്റ്റോറാണോ ഇത്ര വലിയ മെച്ചം? അത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞ അതല്ല, വെളിയിലൊക്കെ പോകുന്ന കാര്യമോ പറയുന്നത്. സിംഗപ്പൂരൊക്കെ പോയി. സിംഗപ്പൂരോ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത സ്ഥലങ്ങളൊക്കെ ആണല്ലോ നീ പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഡോക്ടറെ കാണണോ? ധർമ്മേട്ടാ, എന്നെ ഒരുമാതിരി സത്യം പറയുമ്പോഴേ ഇങ്ങനെ കളിയാക്കരുത് കേട്ടല്ലോ. എന്തൊക്കെയായാലും ധർമ്മേട്ടൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ കാറിലൊക്കെ വന്നിറങ്ങുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. താമസിയാതെ നമ്മൾ സിംഗപ്പൂർ പോവും കേട്ടോ. താമസിയാതെ പോവോ? അധികം താമസമൊന്നുമില്ലേ? ഇല്ല, അധികം താമസിക്കാതെ തന്നെ നമ്മൾ പോവും. ദൈവമേ, ഇവളെന്തൊക്കെയാണ് ഈ പറയണത് ചേട്ടാ. എത്രയും വേഗം വിസയൊക്കെ ശരിയാക്കി നമ്മൾ പോവും. അപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ധർമ്മൻ ഇതെല്ലാം കേട്ടിട്ട് വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് എന്തോ അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഡോക്ടറെ എങ്ങനെ കൊണ്ട് കാണിക്കുക വട്ടാണെന്നും പറഞ്ഞ് ഇവള് കൂടെ വരുമോ? ഇല്ല. അപ്പം എങ്ങനെയെങ്കിലും ഡോക്ടറെ അടുത്ത് ഇവളെ എത്തിക്കണം എന്ന് ധർമ്മന് വിചാരിക്കണം. അത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ദേവി ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ട്. ദേവി സാധാരണ 8 മണിയാകുമ്പം ദേവിക്ക് നമ്മുടെ ഗോമതി ഭക്ഷണം കൊടുക്കുകയാണല്ലോ, ഗർഭിണിയല്ലേ, കൃത്യസമയത്ത് കഴിക്കണം. ഒരല്പം താമസിച്ചു പോയി. അതിൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദേവത്തി കഴിക്കാൻ, ഞാൻ എന്താ ലേറ്റായത്? ഇത്രയും കേട്ടതും ആനന്ദ് ഓടി വന്നിട്ട് പറയാം, അയ്യോ എന്താ ഇവിടെ നടക്കുന്നത്? ദേവിക്ക് ആഹാരം കൊടുത്തില്ലേ? കൊടുത്തല്ലോ, ദേ ഇരിക്കില്ലേ. ഇത്രയും ലേറ്റായിട്ടാണോ ദേവി നീ ആഹാരം കഴിക്കണത്? കുഞ്ഞിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണമെന്ന് നിനക്ക് അറിയില്ലേ? അതിന് താമസിച്ചില്ലല്ലോ ആനന്ദേട്ടാ. 8 മണിക്ക് കഴിക്കേണ്ടത് ഞാൻ 5 മിനിറ്റിൽ താമസിച്ചുള്ളൂ. 5 മിനിറ്റ് എന്ന് പറയുന്ന സമയം നിസ്സാരമല്ല, അതൊരു വില പിടിപ്പുള്ള സമയമാണ് ദേവി. കൃത്യസമയത്ത് നിന്നോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് ദേവിയെ വഴക്കുറയാട്ടോ. ഇതും കേട്ടും കൊണ്ട് സുകന്യ ഓടി വന്നിട്ട്, അയ്യോ എന്താ ഇവിടെ ബഹളം? അല്ലെന്നേ, ദേവി കഴിക്കാൻ താമസിച്ചു പോയി. ആണോ? ദേവി 8 മണിക്ക് കഴിക്കേണ്ടതാ, 8:05. അതാണോ ഇത്ര വലിയ കാര്യം? എന്താ ദേവി താമസിച്ചത്? ഇങ്ങനെ താമസിക്കാൻ പാടുണ്ടോ? കൃത്യസമയത്ത് കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് ആനന്ദിൻ്റെ സപ്പോർട്ട് ഇന്ന് നമ്മളെ സുകന്യ പറയാണ്. അപ്പം മീനാക്ഷിയും ഇത്രയും ദേവിയും കൂടെ അന്തം വിട്ട് നോക്കാട്ടോ. എന്നിട്ട് ആനന്ദ് പറയാം, സമയത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. ഡോക്ടർമാർ പോലും പറയാറില്ലേ 5 മിനിറ്റ് മുന്നിലെത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കായിരുന്നു എന്ന്. 5 മിനിറ്റിൻ്റെ വില എന്തോരം ഉണ്ടെന്നറിയോ? അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ സുകന്യ പറയാം, അതൊക്കെ ശരിയാ. ഇവിടുത്തെ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവണമെങ്കിലേ ഇവിടെ ഇപ്പോൾ ഒരു ആംബുലൻസ് വേണ്ടി വരും, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ കളിയാക്കണം കേട്ടോ. അങ്ങനെ ആനന്ദ് നേരെ അടുത്തേക്ക് ചെന്ന് ദേവിയോട് കുറേ ഉപദേശമൊക്കെ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോമതി അങ്ങോട്ട് വന്നിട്ട് ആനന്ദിന് 2 വഴക്ക് കൊടുക്കുക കേട്ടോ. എന്താടാ നീ കൂടുതൽ ഇങ്ങനെ വലിയ ഷൈനൊന്നും കാണിക്കില്ലേ? നീ മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്ക്. ദേവിയുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ അറിയാം കേട്ടോ. ഞങ്ങൾ കൃത്യസമയത്ത് കൊടുത്തോളാം. ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയെന്നും പറഞ്ഞേ ഒരു കുഴപ്പമില്ല. വന്നേക്കുന്ന അവൻ വലിയ കെയറിങ്ങും കൊണ്ട് എടുത്തുകൊണ്ട് പോടാ, ചോറ് മാത്രം എടുത്തോണ്ട് പറഞ്ഞ് അങ്ങനെ രാവിലെ ചോറും പാത്രം എടുത്തുകൊണ്ട് ആനന്ദ് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഗോമതിയുടെ വേഷമൊക്കെ കാണുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എവിടെ പോകാനാണ് റെഡിയായി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, ദേവി മലയിൽ പോകണ്ടേ? അത് ശരിയാ. അപ്പം ഞാൻ പോയിട്ട് വരും. കൃത്യസമയത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം. നീ ജോലിയൊന്നും ചെയ്യരുത്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുകന്യ ഇവിടെ ഉണ്ട്, മിത്രയുണ്ട്, എല്ലാം എടുത്തൊക്കെ തരും കേട്ടോ. ശരി, എന്നാൽ അമ്മ പോയിട്ട് വാ. ശരി, ഞാനങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. അങ്ങനെ ഗോമതി അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത്
നമ്മുടെ സുകന്യ കള്ളി ഓടിച്ചെന്ന് നമ്മുടെ അലോകിനെ ഫോൺ ചെയ്യാട്ടോ. എന്നിട്ട് പറഞ്ഞ അലോകെ നിനക്ക് അനുമോളുമായിട്ട് സംസാരിക്കണ്ടേ, അവളുമായിട്ട് ചേരണ്ടേ? അതേ വേണം. ഇപ്പോൾ ഒരു സൗകര്യം കിട്ടുന്നില്ല ചേച്ചി. അതുമാത്രമല്ല എത്ര ദിവസമായി അവളെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. അവളെ അമ്മയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണില്ല. അപ്പച്ചി അവളെ പുറത്തേക്ക് വിടുന്നേ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിയാഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ അതിനുള്ള അവസരം ഞാൻ ഒരുക്കിത്തരാം. അവളെ ഞാൻ ആ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നീ അങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ സംസാരിച്ച് നീ അവളെ കുറച്ചുകൂടെ വശത്താക്ക്. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? അതെ വേണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ അവളെ വിളിച്ചിട്ട് വരാം. അപ്പച്ചി സമ്മതിക്കില്ല. ഇവിടെ അപ്പച്ചിയില്ല കിപ്പച്ചിയില്ല. എവിടെ പോയി? ആ ഒരു ദേവിമലയിലോ എവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവരാം. നീ അങ്ങോട്ട് വാ. ശരി. അങ്ങനെ സൂത്രത്തിൽ നമ്മുടെ സുകന്യ നമ്മൾ അനുമോളെയും കൂട്ടി അലോകിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അലോകാണെങ്കിൽ വല്ലാത്തൊരു പ്ലാനിങ് അവിടെ നടത്തുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്